ചരിത്രം നമ്മോട് പറയാത്ത ചില സത്യങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ കരുത്തനായ ഉമർ ബിൻ ഖത്താബിൻ്റെ സ്വന്തം അമ്മാവൻ, പ്രവാചകന്റെ നെഞ്ചിൽ കല്ലുവെച്ച ശത്രു, അതെ, സാക്ഷാൽ അബൂജഹൽ. ആ അബൂജഹലിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്വന്തം പിതാവിനെ വേട്ടയാടിയ വംശത്തിലെ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് വരുന്നതറിഞ്ഞപ്പോൾ പ്രവാചകപുത്രി ഫാത്തിമയുടെ ഉള്ളുലഞ്ഞു. മദീനയുടെ പള്ളിയിൽ വെച്ച് പ്രവാചകൻ പരസ്യമായി അലിയോട് കയർത്തു സംസാരിക്കേണ്ടി വന്ന ആ സാഹചര്യം എന്തായിരുന്നു? പ്രണയമായിരുന്നോ ആ വിവാഹാലോചനയ്ക്ക് പിന്നിൽ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അറിവിൻ്റെ വെളിച്ചം തേടി നൂർ ബിയോണ്ട് അവതരിപ്പിക്കുന്നു ചരിത്രം നമ്മോട് പറയാത്ത ചില സത്യങ്ങൾ. അബൂജഹൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന മനുഷ്യൻ. അബൂജഹൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വഴിയുള്ള മാതുലനാണ്, അമ്മാവൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഹന്തമ ബിൻത് ഹാഷിമാണ്. ഈ ഹന്തമയുടെ സഹോദരനാണ് അബൂജഹൽ. യഥാർത്ഥ പേര് അംബ്ര ഇബ്നു ഹിഷാം. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരനായിരുന്നു അബൂജഹൽ. മക്കയിലെ പ്രമുഖ ഗോത്രമായ ബനു മക്സൂം ഗോത്രക്കാരായിരുന്നു. യഥാർത്ഥ പേര് അംബ്ര ഇബ്നു ഹിഷാം. സ്ഥാനപ്പേര്: മക്കയിലെ ഖുറൈശികൾ അദ്ദേഹത്തെ അബുൽ ഹക്കം, ജ്ഞാനത്തിൻ്റെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇസ്ലാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത ശത്രുതയും ക്രൂരതയും കാരണം പ്രവാചകൻ അദ്ദേഹത്തെ അബൂജഹൽ, വിവരക്കേടിൻ്റെ പിതാവ് എന്ന് വിളിച്ചു. മക്കയിലെ വലിയൊരു വ്യാപാരിയും ഗോത്ര നേതാവുമായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ച അടിമകളെയും സാധാരണക്കാരെയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഉദാഹരണത്തിന് സുമയ്യയെ വധിച്ചത് ഇദ്ദേഹമാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് സത്യമതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: അല്ലാഹുവേ, ഈ രണ്ട് ഉമർമാരിൽ അംർ ഇബ്നു ഹിഷാം അല്ലെങ്കിൽ ഉമർ ഖത്താബ്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരെയാണോ അവൻ വഴി നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തേണമേ. ഇവിടെ അംർ ഇബ്നു ഹിഷാം എന്നത് അബൂജഹലായിരുന്നു. ഈ പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടുകയും അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തു. സ്വന്തം അമ്മാവനായ അബൂജഹലിൻ്റെ കടുത്ത എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ഉറച്ചുനിന്നത്. ബദ്ർ യുദ്ധക്കളത്തിൽ വെച്ചാണ് അബൂജഹൽ കൊല്ലപ്പെടുന്നത്. സ്വന്തം കുടുംബക്കാർ പോലും രണ്ട് ചേരിയിലായി നിന്ന് പോരാടിയ ആ യുദ്ധത്തിൽ ഇസ്ലാമിനു വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പഴയ ഗോത്രബന്ധങ്ങളെക്കാൾ വിശ്വാസത്തിന് മുൻഗണന നൽകി. സത്യമതത്തിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ച അതേ അബൂജഹലിൻ്റെ മകൾ ജുവൈരിയ. സുന്ദരിയും കുലീനയുമായിരുന്ന അവൾക്ക് വേണ്ടിയുള്ള ആലോചന അലി റളിയല്ലാഹു അൻഹുയുടെ മുന്നിലെത്തുമ്പോൾ മദീന നടുങ്ങിപ്പോയി. എന്തുകൊണ്ടായിരിക്കും അലി റളിയല്ലാഹു അൻഹു ഇത്തരമൊരു ചിന്തയ്ക്ക് മുതിർന്നത്? ബഹുഭാര്യാത്വം അന്ന് അറേബ്യയിൽ സർവ്വസാധാരണമായിരുന്നു. എങ്കിലും പ്രവാചകപുത്രിയുടെ ഭർത്താവായിരിക്കെ തൻ്റെ പിതാവിനെ വേട്ടയാടിയ ശത്രുവിൻ്റെ മകളെ സ്വീകരിക്കാൻ അലി റളിയല്ലാഹു അൻഹു തയ്യാറാകുമോ? ഈ വാർത്ത കാട്ടുതീ പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹുയുടെ ചെവിയിലുമെത്തി. തൻ്റെ പിതാവിൻ്റെ പ്രാണവായുവായ ഫാത്തിമ. പ്രവാചകൻ പറഞ്ഞിരുന്നു, ഫാത്തിമ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ആ ഹൃദയത്തിൽ ആദ്യമായി ഒരു സങ്കടക്കടൽ ഇരമ്പി. അലി റളിയല്ലാഹു അൻഹു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന വാർത്ത മഹദിയെ തളർത്തി. ബഹുഭാര്യാത്വം അനുവദനീയമാണെന്നറിയാമായിരുന്നിട്ടും ആലോചന വരുന്നത് അബൂജഹലിൻ്റെ കുടുംബത്തിൽ നിന്നാണെന്നത് വേദന വർദ്ധിപ്പിച്ചു. മഹദി തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നടന്നു. ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയിരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ കൂടിക്കാഴ്ച അറേബ്യയുടെ വിധി നിർണയിക്കാൻ പോകുന്നതായിരുന്നു. മദീനയിലെ പള്ളിയിൽ ജനങ്ങൾ തടിച്ചുകൂടി. മൗനം അലയടിക്കുന്ന ആ സദസ്സിൽ അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ മിൻബറിൽ കയറി. അവിടുത്തെ മുഖത്ത് ഗൗരവം തളം കെട്ടി നിന്നു. അവിടുന്ന് അരുൾ ചെയ്തു:
ബനൂ ഹാഷിം കുടുംബത്തിലെ ചിലർ അലിക്ക് തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അതിന് അനുവാദം നൽകില്ല. പള്ളിയിലാകെ നിശബ്ദത പരന്നു. പ്രവാചകൻ തുടർന്നു, അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മകളും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിക്കില്ല. ഫാത്തിമയെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കലാണ്. പ്രവാചകന്റെ വാക്കുകൾ അലി റളിയല്ലാഹു അൻഹുയുടെ ഹൃദയത്തിൽ തുളച്ചുകയറി. ആ വിവാഹാലോചന അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചു. അലി റളിയല്ലാഹു അൻഹു അത് ചെയ്തത് ഫാത്തിമയോടുള്ള പ്രണയവും പ്രവാചകനോടുള്ള ആദരവും കാരണമായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഫാത്തിമയെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനോ മറ്റോ ആയിരിക്കാം അദ്ദേഹം ആ ആലോചന സ്വീകരിച്ചത്. എന്നാൽ കുടുംബത്തിൻ്റെ വിശുദ്ധിയും പ്രിയപ്പെട്ടവരുടെ വികാരങ്ങളും നിയമങ്ങൾക്കും അപ്പുറമാണെന്ന് ലോകം അന്ന് പഠിച്ചു. ഈ സംഭവം ഒരു വ്യക്തിയുടെ പരാജയമല്ല, മറിച്ച് ബന്ധങ്ങളുടെ മൂല്യം വ്യക്തമാക്കുന്ന ചരിത്രമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്തോളം അലി റളിയല്ലാഹു അൻഹു മറ്റൊരു വിവാഹം കഴിച്ചില്ല. അബൂജഹലിൻ്റെ മകളുടെ വിവാഹാലോചന വെറുമൊരു നിമിത്തമായിരുന്നു. പ്രവാചകനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള നിമിത്തം. ചരിത്രത്തിൻ്റെ മണൽപ്പരപ്പിൽ ഈ കഥ ഇന്നും മായാതെ കിടക്കുന്നു. സ്നേഹം നീതിക്ക് വേണ്ടിയാകണം, ആ നീതി സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്ന വലിയ സത്യം വിളിച്ചോതിക്കൊണ്ട്. കാലം കടന്നുപോയി, സാമ്രാജ്യങ്ങൾ മാറിമറിഞ്ഞു. എങ്കിലും മദീനയുടെ മണ്ണിൽ അന്ന് മുഴങ്ങിക്കേട്ട ആ പ്രവാചക വചനങ്ങൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അത് ഉപദേശമായാലും തിരുത്തലായാലും ദയവ് ചെയ്ത് കമൻ്റായി അറിയിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ചരിത്രങ്ങളോ ഖുർആൻ സൂറത്തുകളോ ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.